ആദ്യമായി ഭൂലോകം ചമച്ചവനും കാൽവരി ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് സ്തുതി കരയേറ്റും. ಈ ಭೂಲೋಕವನ್ನು ಸೃಷ್ಟಿಸಿದವನು ನಮ್ಮೆಲ್ಲರನ್ನು ರೂಪಿಸಿದಂತ ಕ್ರಿಸ್ತ ಯೇಸುವಿಗೆ ನನ್ನ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. രണ്ടാമതായി ഈ സഭയുടെ കർത്തദാസൻ പാസ്റ്റർ കെ.ഒ. പീറ്റർ. ಎರಡನೇದಾಗಿ ಈ ಸಭೆಯ ಸೇವಕರಾಗಿರುವಂತಹ ಪಾಸ್ಟರ್ ಕೆ.ಒ. ಪೀಟರ್. സഭയിലെ മുതിർന്നവർ, സഭയിലെ നേതൃസ്ഥാനം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ തർജ്ജമയിൽ സഹായിക്കുന്ന പ്രിയ സഹോദരി ഉള്ള നന്ദി അറിയിക്കുന്നു. ಸಭೆಯ ಹಿರಿಯರು ಹಾಗೂ ಸಭೆಯಲ್ಲಿ ಸಭೆಗೆ ನೇತೃತ್ವ ಕೊಡುವಂತ ಎಲ್ಲ ವ್ಯಕ್ತಿಗಳಿಗೂ ನನ್ನ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. അടിയന്റെ പേര് ജോഷുവ എന്നാണ്. ನನ್ನ ಹೆಸರು ಜೋಶುವ ಎಂಬುದಾಗಿ. കേരളത്തിൽ നിന്ന് വരുന്നു. കേരളದಿಂದ ಬರುತ್ತೇನೆ. അടിയൻ പ്രിയ സഹോദരൻ ജെഫിനോടൊപ്പം മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ BD പ്രോഗ്രാം ചെയ്യുന്നു. ಜೆಫಿನ್ ಬ್ರದರ್ ಜೊತೆಯಲ್ಲಿ BD ಎಂಬುದಾಗಿರುವಂತಹ ಕೋರ್ಸ್ ಅನ್ನು ನಾನು ಬೈಬಲ್ ಕಾಲೇಜಿನಲ್ಲಿ ಓದುತ್ತಾ ಇದ್ದೇನೆ. അവിടുത്തെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് അടിയൻ. 2ನೇ ವರ್ಷದ ವಿದ್ಯಾರ್ಥಿಯಾಗಿದ್ದೇನೆ ನಾನು. അടിയന്റെ പഠനത്തെ ഓർത്തും ഭാവി മിനിസ്ട്രി ഓർത്തും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೆನೆಸಿ ಮುಂದಿನ ಸೇವೆಯನ್ನು ನೆನೆಸಿ ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ ಎಂಬುದಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. 2 തവണ മരണത്തെ മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ് അടിയൻ. 2 ಬಾರಿ ಮರಣವನ್ನು ಮುಖಾಮುಖಿಯಾಗಿ ನೋಡಿದಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದೇನೆ ನಾನು. എന്നാൽ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം ദൈവം അടിയനെ വിടുവിച്ചു. ಆದರೆ ಆ ಎಲ್ಲ ಸನ್ನಿವೇಶಗಳಿಂದ ದೇವರು ನನ್ನನ್ನು ಬಿಡಿಸಿದರು. ചെറുപ്പത്തിൽ തന്നെ അടിയന്റെ മാതാവ് അടിയനെ ദേവാലയക്കായി സമർപ്പിച്ചതാണ്. ಚಿಕ್ಕ ವಯಸ್ಸಿರುವಾಗಲೇ ನನ್ನ ತಾಯಿಯವರು ನನಗೆ ಸೇವೆಗಾಗಿ ದೇವರಿಗೆ ಪ್ರತಿಷ್ಠಿಸಿದ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. എന്നാൽ അടിയന്റെ 12ാം ക്ലാസ് പഠന സമയത്ത് അടിയനെ തന്നെ ഒരു മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായി. ಆದರೆ 12ನೇ ಕ್ಲಾಸ್ ಸೆಕೆಂಡ್ PU ಅನ್ನು ಓದುವಂತ ಸಮಯದಲ್ಲಿ ನನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಒಂದು ಚಿಂತೆಯು ಬಂತು. ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ക്രിസ്തുവിന്റെ വചനം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചില്ലെങ്കിൽ അടിയനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് വ്യർത്ഥമാണെന്ന് അടിയന് തോന്നുവാനിടയായി. ಕ್ರೈಸ್ತನಾಗಿ ಹುಟ್ಟಿ ಬೆಳೆದಿರುವಂತಹ ನಾನು ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ ದೇವರ ವಚನವನ್ನು ಒಂದು ಬಾರಿ ಆದರೂ ಕಲಿತಿಲ್ಲಾದರೆ ಅದು ನನ್ನ ಜೀವನದಲ್ಲಿ ವೇಸ್ಟ್ ಆಗಿದೆ ಇರುವಂತಹ ಒಂದು ಸನ್ನಿವೇಶ ಆಗಿದೆ ಎಂಬುದಾಗಿರುವಂತಹ ಒಂದು ಯೋಚನೆ ನನ್ನಲ್ಲಿ ಬಂತು. അടിയന്റെ ഗ്രാൻഡ് ഫാദറും ഒരു വേദ പഠനശാലയിൽ പഠനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. ನನ್ನ ತಾತ ಅವರು ಸಹ ಬೈಬಲ್ ಕಾಲೇಜಿನಲ್ಲಿ ದೇವರ ವಚನವನ್ನು ಕಲಿತು ಅಲ್ಲಿ ಪಾಸ್ ಆಗಿರುವಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. തനിക്ക് മിനിസ്റ്റർ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ಅವರಿಗೆ ದೇವರ ಸೇವೆಯನ್ನು ಮಾಡಬೇಕೆಂಬುದಾಗಿರುವಂತಹ ಬಹಳವಾದಂತಹ ಆಸಕ್ತಿ ಅವರಲ್ಲಿ ಇತ್ತು. എന്നാൽ തൻ്റെ പിതാവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ തനിക്ക് മിനിസ്റ്റർ ചെയ്യുവാൻ ആകാതെ തൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് ഏറ്റെടുക്കേണ്ടതായി വന്നു. ಆದರೆ ಅವರ ತಂದೆಯು ತೀರಿ ಹೋದಂತ ಸಮಯದಲ್ಲಿ ಆ ತಂದೆಯವರು ಮಾಡುತ್ತಿದ್ದಂತಹ ಬಿಸಿನೆಸ್ ಅನ್ನು ಇವರು ನಡೆಸಬೇಕಾಗಿರುವಂತಹ ಸನ್ನಿವೇಶಗಳು ಬಂತು. ഇത് തൻ്റെ മനസ്സിൽ വളരെയധികം വിഷമമുണ്ടാക്കി തനിക്കൊരു മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതിൽ. ಇದು ಅವರ ಮನಸ್ಸಿನಲ್ಲಿ ಅನೇಕ ನೋವುಗಳನ್ನು ಹುಟ್ಟಿಸಿ ದೇವರ ಸೇವೆಯನ್ನು ಮಾಡಕ್ಕಾಗಲ್ಲ ಎಂಬುದಾಗಿರುವಂತಹ ಚಿಂತೆಗಳು ಅವರಲ್ಲಿ ಬಂತು. ആയതിനാൽ തൻ്റെ മകനെ താൻ ഒരു വേദപഠനശാലയിൽ വിട്ട് വേദപഠനം പൂർത്തിയാക്കുകയും മിനിസ്ട്രിക്ക് വേണ്ടി അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ಆದ ಕಾರಣ ಅವರ ಮಗನನ್ನು ದೇವರ ಸೇವೆಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯುವುದಕ್ಕೆ ಬಿಟ್ಟು ದೇವರ ಸೇವೆಗೆ ಅವರನ್ನು ಒಪ್ಪಿಸಿಕೊಟ್ಟರು. എന്നാൽ തനിക്കും മിനിസ്ട്രിയിൽ ഫ്രൂട്ട്ഫുള്ളായി മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ തൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഏറ്റെടുക്കേണ്ടതായി വന്നു. ಆದರೆ ಅವರಿಗೂ ಸಹ ಆ ಸೇವೆಯನ್ನು ಮಾಡಲಿಕ್ಕೆ ಆಗದೆ ಅವರ ತಂದೆಯವರು ಮಾಡಿದಂಥ ಬಿಸ್ನೆಸ್ ಅನ್ನು ಅವರು ನೋಡಿ ನಡೆಸಿದರು. എന്നാൽ അടിയൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മരണത്തിൻ്റെ 2 ആഴ്ച മുമ്പ് താൻ അടിയനോട് പറയുവാനിടയായി, എനിക്കും നിൻ്റെ പിതാവിനും ചെയ്യുവാൻ സാധിക്കാത്തൊരു മിനിസ്ട്രിയാണ് നീ ഏറ്റെടുക്കാൻ പോകുന്നത്. ഇതിൽ നീ ഒട്ടും പുറകോട്ട് പോകാതെ അധികം ഊർജ്ജത്തോടെ മിനിസ്റ്റർ ചെയ്യണം എന്ന് പറയുവാനിടയായി. ನನ್ನ ತಾತ ಅವರು ತೀರಿ ಹೋಗಬೇಕಾಗಿರುವಂತಹ ಒಂದು 2 ವಾರಗಳ ಹಿಂದೆ ಹೇಳಿದರು, ನಾನು ನನ್ನ ಮಗನು ಮಾಡಬೇಕಾಗಿ ನೆನೆಸಿದಂಥ ಸೇವೆಯನ್ನು ಮಾಡಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ, ಆದರೆ ಅದನ್ನು ನಿನಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟು ನಾವು ಹೋಗುತ್ತಾ ಇದ್ದೇವೆ, ನೀನು ಅದನ್ನು ನಂಬಿಗಸ್ತಿಕೆಯಿಂದ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದರು. ഇത് അടിയന്റെ ജീവിതത്തിൽ വേദപഠനം പഠിക്കാനും മിനിസ്റ്റർ ചെയ്യുവാനും അധികം ഊർജ്ജം തന്നു. ಇದು ನನ್ನ ಜೀವನದಲ್ಲಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯಲು ದೇವರ ಸೇವೆಯನ್ನು ಮಾಡಲು ದೊಡ್ಡ ಒಂದು ಉತ್ಸಾಹ, ಒಂದು ಪ್ರೋತ್ಸಾಹವನ್ನು ಕೊಟ್ಟಿತು. ഒന്നും കൂടി അടിയന്റെ ഭാവി പഠനത്തെ ഓർത്തും മിനിസ്ട്രി ഓർത്തും നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ಮತ್ತೊಮ್ಮೆ ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೋಸ್ಕರವೂ ಮುಂದಿನ ಸೇವೆಗೋಸ್ಕರವೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಎಂಬುದಾಗಿ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ച് വേഗം തന്നെ ദൈവസന്നിധിയിൽ താണിരിക്കാൻ ആഗ്രഹിക്കുന്നു. ಒಂದು ಚಿಕ್ಕ ಚಿಂತೆ ನಿಮ್ಮ ಮುಂದೆ ಹೇಳಿ ಕುಳಿತುಕೊಳ್ಳಲಿಕ್ಕೆ ನಾನು ತೀರ್ಮಾನಿಸುತ್ತಾ ಇದ್ದೇನೆ. വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ಪರಿಶುದ್ಧ ಜೀವನದ ಅವಶ್ಯಕತೆ ಏನು ಎಂಬುದಾಗಿರುವಂತಹ ಒಂದು ಚಿಂತೆಯನ್ನು ಹೇಳಿ ನಾನು ಕುಳಿತುಕೊಳ್ಳುತ್ತೇನೆ. അതിനാധാരമായി 1 പത്രോസ് 1:15-16 മലയാളം ബൈബിളുള്ള ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമായിരുന്നു. ಅದಕ್ಕೆ ಆಧಾರವಾಗಿ 1 ಪೇತ್ರ 1ನೇ ಅಧ್ಯಾಯ ಅದರ 15 ಮತ್ತು 16ನೇ ವಾಕ್ಯ.
മലയാളം ബൈബിൾ ആരുടെയും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. അനുസരണത്തിലൂടെയുള്ള ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. ವಿಧೇಯರಿಗೆ ತಕ್ಕಂತೆ ನಿಮ್ಮೆಲ್ಲ ನಡವಳಿಕೆಯಲ್ಲೂ ಪರಿಶುದ್ಧರಾಗಿರಿ ಎಂಬುದಾಗಿರುವಂಥ ವಿಷಯ ಇಲ್ಲಿ ನೋಡುತ್ತೇವೆ. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ದೇವರು ಹೇಳುತ್ತಿದ್ದಾರೆ, ನಾನು ಪರಿಶುದ್ಧನಾಗಿರುವುದರಿಂದ ನೀವು ಪರಿಶುದ್ಧರಾಗಿರಿ. എബ്രായർ 12:14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ಇಬ್ರಿಯ 12ನೇ ಅಧ್ಯಾಯ ಅದರ 14ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಓದುತ್ತೇವೆ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ಎಲ್ಲರ ಸಂಗಡ ಸಮಾಧಾನದಿಂದಿರುವುದಕ್ಕೂ ಪರಿಶುದ್ಧತೆಯನ್ನು ಹೊಂದುವುದಕ್ಕೂ ಪ್ರಯತ್ನ ಮಾಡಿರಿ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ಪರಿಶುದ್ಧತೆ ಇಲ್ಲದೆ ಯಾವನು ಕರ್ತನನ್ನು ಕಾಣುವುದಿಲ್ಲ. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വളരെ അത്യാവശ്യമാണ്. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಪರಿಶುದ್ಧತೆಯು ಅದು ಅವಶ್ಯವಾಗಿರುವಂಥ ವಿಷಯವಾಗಿದೆ. മലിനപ്പെടുകയോ ഒരു ദുർനടപ്പുകാരനായി തീരുകയോ ചെയ്യാതെ ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಮಲಿನರಾಗಿರದೆ ಅಥವಾ ದುಷ್ಟ ಕಾರ್ಯಗಳಲ್ಲಿ ಹೋಗದೆ ಏಸಾವನ ರೀತಿಯಲ್ಲಿ ಯಾವುದೇ ವಿಷಯವಾಗಿಯೂ ದೇವರಿಗೆ ಚಿತ್ತಕ್ಕೆ ಅವಿಧೇಯರಾಗಿರದೆ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪರಿಶುದ್ಧರಾಗಿರೋಣ. We should have cleansing. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಪರಿಶುದ್ಧತ್ವವು ಅವಶ್ಯವಾಗಿದೆ. റോമർ 12:1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ರೋಮ 12ನೇ ಅಧ್ಯಾಯ ಅದರ 1-2 വാക്യಗಳು ഈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತದೆ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ಆದುದರಿಂದ ಸಹೋದರರೇ, ದೇವರ ಕನಿಕರವನ್ನು ನಿಮ್ಮ ನೆನಪಿಗೆ ತಂದು ನಿಮ್ಮನ್ನು ಬೇಡಿಕೊಳ್ಳುವುದೇ ಏನೆಂದರೆ, ನೀವು ನಿಮ್ಮ ದೇಹಗಳನ್ನು ದೇವರಿಗೆ ಮೀಸಲಾಗಿ ಮೆಚ್ಚುಗೆಯಾಗಿರುವ ಸಜೀವ ಯಜ್ಞವಾಗಿ ಅರ್ಪಿಸಿರಿ. രണ്ടാം ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ಆದರೆ ಎರಡನೇ ಭಾಗ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತದೆ, ಇಹಲೋಕದ ನಡವಳಿಕೆಯನ್ನು ಅನುಸರಿಸದೆ ನೂತನ ಮನಸ್ಸನ್ನು ಹೊಂದಿಕೊಂಡು ಪರಲೋಕ ಭಾವದವರಾಗಿರಿ. ಹೀಗಾದರೆ ದೇವರ ಚಿತ್ತಕ್ಕನುಸಾರವಾದುದು, ಅಂದರೆ ಉತ್ತಮವಾದದ್ದು, ಮೆಚ್ಚುಗೆಯಾದದ್ದು, ದೋಷವಿಲ್ಲದು ಯಾವುದೆಂದು ವಿವೇಚಿಸಿ ತಿಳುಕೊಳ್ಳುವಿರಿ. ഈ ഒരു ലോകമനുഷ്യനാകാതെ ദൈവമനുഷ്യനാകുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ಈ ಲೋಕದ ಮನುಷ್ಯರಾಗಿರದೆ ದೇವರ ಮನುಷ್ಯರಾಗಿರಲು ನಾವು ಶ್ರಮೆಯನ್ನು ನಾವು ಅನುಸರಿಸಬೇಕು. We should not be a men of world. ನಾವು ಇಹಲೋಕದ ಮನುಷ್ಯರಾಗಿರಬಾರದು. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ದೇವರು ತನ್ನ ಸ್ವರೂಪದಲ್ಲಿ ನಮ್ಮನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದಂಥ ಮನುಷ್ಯನು ಹೇಗೆ ಆಗಿರಬೇಕೆಂಬುದಾಗಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಹೋಗುತ್ತೇನೆ. മത്തായി 22:37 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ಮತ್ತಾಯ 27ನೇ ಅಧ್ಯಾಯ ಅದರ 37ನೇ ವಾಕ್ಯದಲ್ಲಿ, ನಿನ್ನ ದೇವರಾಗಿರುವ ಕರ್ತನನ್ನು ನಿನ್ನ ಪೂರ್ಣ ಹೃದಯದಿಂದಲೂ ಪೂರ್ಣ ಪ್ರಾಣದಿಂದಲೂ ಪೂರ್ಣ ಬುದ್ಧಿಯಿಂದಲೂ ಪ್ರೀತಿಸಬೇಕು. We should have a heart of loving God. ನಾವು ದೇವರನ್ನು ಪ್ರೀತಿಸುವಂತ ಒಂದು ಹೃದಯವು ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. നാം നമ്മുടെ ദൈവത്തെ ഒരു കൂട്ടുകാരനെ പോലെ സ്നേഹിക്കണം. ನಾವು ನಮ್ಮ ದೇವರನ್ನು ಒಬ್ಬ ಸ್ನೇಹಿತನಾಗಿ ನಾವು ಪ್ರೀತಿಸಬೇಕು. നാം നമ്മുടെ ദൈവത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത്രമാത്രം ഇമ്പോർട്ടൻസ് ദൈവം നമുക്ക് നൽകുവാനിടയാകും. ನಾವು ದೇವರಿಗೆ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ನಾವು ಕೊಡುತ್ತೇವೋ ಅದೇ ರೀತಿಯಾಗಿ ಅಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ದೇವರು ನಮಗೆ ಕೊಡುತ್ತಾರೆ. യോഹന്നാൻ 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ಯೋಹಾನ ಪತ್ರಿಕೆ ಅದರ ಯೋಹಾನ ಸುವಾರ್ತೆ 14:15ನೇ ವಾಕ್ಯದಲ್ಲಿ, ನೀವು ನನ್ನನ್ನು ಪ್ರೀತಿಸುವವರಾದರೆ ನನ್ನ ಆಜ್ಞೆಗಳನ್ನು ಕೈಕೊಂಡು ನಡೆಯುವಿರಿ. അവിടെ നമുക്കൊരു അനുസരണത്തിന്റെ ഘടകം കാണുവാൻ സാധിക്കും. ಅಲ್ಲಿ ಮಾತು ಕೇಳುವಂತಹ ಒಂದು ವಿಷಯವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം നാം പ്രദർശിപ്പിക്കേണ്ടത് അനുസരണത്തിലൂടെയാണ്. ದೇವರೊಟ್ಟಿಗೆ ಇರುವಂತಹ ನಮ್ಮ ಪ್ರೀತಿಯನ್ನು ತೋರ್ಪಡಿಸುವುದು ನಾವು ಮಾತು ಕೇಳುವುದರ ಮುಖಾಂತರವಾಗಿರಬೇಕು. ഒന്നാമത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു ആത്മാവ്, ಮೊದಲನೇದಾಗಿ ದೇವರನ್ನು ಪ್ರೀತಿಸಬೇಕಾಗಿರುವಂತಹ ಒಂದು ಆತ್ಮನು, രണ്ടാമത് അനുസരിക്കുവാനുള്ള ഒരു ആത്മാവ്, ಎರಡು ದೇವರ ಮಾತುಗಳನ್ನು ಕೇಳುವ ಬೇಕಾಗಿರುವಂತಹ ಒಂದು ಆತ್ಮವು, അടുത്തതാണ് താഴ്മ, ಮೂರನೇದಾಗಿ ತಾಳ್ಮೆ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ದೇವರು ಹಠಮಾರಿಗಳನ್ನು ಎದುರಿಸುವವರು ತಾಳ್ಮೆಯಿಂದಿರುವವರಿಗೆ ದೀನಭಾವದಿಂದ ಆಗಿರುತ್ತಾರೆ. ഒരു പരീശന്റെ മനോഭാവം വിട്ടുകളഞ്ഞ് ഒരു ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ಪರಿಸಾಯನ ಒಂದು ಸ್ವಭಾವವನ್ನು ಬಿಟ್ಟು ಹಾಕಿ ಒಬ್ಬ ಸುಂಕದವನ ಆತ್ಮವು ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. ഒരു പരീശന്റെ മനോഭാവം പോലെ ഞാൻ വലിയൊരു നീതിമാനാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ എന്നൊരു മനോഭാവം വിട്ട് ഒരു ചുങ്കക്കാരനെ പോലെ ഞാനൊരു പാപിയാണ്,
അടിയൻ്റെ പാപം നീ ക്ഷമിക്കണമെന്നുള്ളൊരു താഴ്മയോടുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ಪರಿಸಹಾಯನ ಹೃದಯದ ಹಾಗಿರದೆ ಅವನ ರೀತಿಯು ಹೀಗೆ ಇತ್ತು, ನಾನು ನೀತಿವಂತನು, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ ಎಲ್ಲವೂ ಸರಿ ಹೋಗುತ್ತದೆ ಎಂಬುದಾಗಿರುವಂತಹ ಆ ಒಂದು ಭಾವನೆಯನ್ನು ಬಿಟ್ಟು ಒಂದು ಸುಂಕದವನ ಹಾಗೆ ನಾನು ಪಾಪಿಯಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಒಪ್ಪಿಕೊಳ್ಳುವಂಥ ಒಂದು ಸ್ವಭಾವ ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. അടുത്തതാണ് ദയയും കരുണയും. ಮುಂದಿನ ವಿಷಯವಾಗಿದೆ ದಯೆ ಮತ್ತು ಕರುಣೆ. നിന്റെ ഒരു കൂട്ടുകാരൻ ഒരു ബുദ്ധിമുട്ടിലോ ഒരു പ്രശ്നത്തിലോ അകപ്പെട്ടു പോയെങ്കിൽ അവനെ സഹായിക്കുവാനുള്ള ഒരു മനോഭാവം. ನಮ್ಮ ಒಬ್ಬ ಸ್ನೇಹಿತರು ಅವರು ಕಷ್ಟದಲ್ಲಿ ಸಮಸ್ಯೆಗಳಲ್ಲಿ ಆಗಿದ್ದರೆ ಅವರನ್ನು ಸಹಾಯ ಮಾಡುವಂಥ ಒಂದು ಅನುಭವ. ഇന്ന് നീ നിന്റെ ഒരു കൂട്ടുകാരനുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഇന്ന് തന്നെ പോയി അതിനെ ക്ഷമ ചോദിക്കുവാനുള്ള ഒരു മനോഭാവം. ಇಂದು ನಿನ್ನ ಸ್ನೇಹಿತರೊಟ್ಟಿಗೆ ಏನಾದರೂ ಒಂದು ಸಮಸ್ಯೆ ಆಗಿದ್ದರೆ ಇಂದು ಅವರ ಬಳಿಗೆ ಹೋಗಿ ಕ್ಷಮೆಯನ್ನು ಕೇಳುವಂಥ ಒಂದು ಮನೋಭಾವ, ഒരു അനുകമ്പ മനോഭാവം. ಒಂದು ಅನುಕಂಪನೆಯ ಮನೋಭಾವ. അടുത്തതാണ് വിശ്വാസം. ಮುಂದಿನ ವಿಷಯವಾಗಿದೆ ನಂಬಿಕೆ. അത് ഒരു മനുഷ്യന് അതാണ് ഏറ്റവും അത്യാവശ്യമായതും ഒരു മനുഷ്യനെ അനുസരിക്കാൻ ഏറ്റവും പാടുമായ ഒരു ഘടകം. ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಅತ್ಯಂತ ಅವಶ್ಯಕವಾದದ್ದು ಮತ್ತು ಕಷ್ಟಕರವಾಗಿರುವಂಥ ಒಂದು ವಿಷಯವಾಗಿದೆ ನಂಬಿಕೆ ಎನ್ನುವುದು. എബ്രായർ 11:16 ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ಇಬ್ರಿಯ 11:16 ವಾಕ್ಯ, ಆದರೆ ಅವರ ಪರಲೋಕವೆಂಬ ಉತ್ತಮ ದೇಶವನ್ನು ಹಾರೈಸುವವರು ಆದದರಿಂದ ದೇವರೆನಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ನಾಚಿಕೊಳ್ಳದೆ ಅವರಿಗೋಸ್ಕರ ಪಟ್ಟಣವನ್ನು ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ. നമ്മുടെ ഏത് ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ನಮ್ಮ ಯಾವುದೇ ಒಂದು ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ದೇವರನ್ನು ನಂಬಿ ದೇವರ ಮೇಲೆ ನಂಬಿಕೆ ಇಟ್ಟು ಮುಂದೆ ನಡೆಯಬೇಕಾಗಿರುವಂಥ ಒಂದು ಮನೋಭಾವ ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. ദൈവം എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം, ದೇವರು ನನ್ನನ್ನು ಆ ಒಂದು ಸಮಸ್ಯೆಯಿಂದ ಬಿಡಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿರುವಂಥ ಒಂದು ನಂಬಿಕೆ, ആ ഒരു അന്ധമായ വിശ്വാസം, ಆ ಒಂದು ಅಂತವಾದಂತಹ ಒಂದು ನಂಬಿಕೆ. We should have a blind faith towards God. ಆ ದೇವರ ಮೇಲೆ ಒಂದು ಕುರುಡಾಗಿರುವಂತಹ ಒಂದು ನಂಬಿಕೆ. ഒരു വിശുദ്ധ മനുഷ്യനായി ജീവിക്കാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ಪರಿಶುದ್ಧ ಜೀವನವನ್ನು ನಡೆಸಬೇಕಾದ್ರೆ ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಏನು ಅವಶ್ಯವಿದೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡಿದ್ದೇವೆ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ಎಲ್ಲ ದಿನಗಳಲ್ಲಿಯೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, ಎಲ್ಲ ದಿವಸವೂ ದೇವರ ವಾಕ್ಯವನ್ನು ಧ್ಯಾನ ಮಾಡಿರಿ, പാപ സ്വഭാവങ്ങൾ വിട്ടൊഴിയുക, ಪಾಪ ಸ್ವಭಾವಗಳನ್ನು ಬಿಟ್ಟು ನಾವು ಜೀವಿಸೋಣ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുക, ಇತರರನ್ನು ಕ್ಷಮಿಸುವಂತ ಒಂದು ಮನೋಭಾವ ನಮ್ಮಲ್ಲಿ ಇರಲಿ. ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സുഹൃത്തുമായി കൂടുതൽ അടുപ്പം ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ಕ್ರಿಸ್ತನಿಗೆ ಇನ್ನೂ ಅಧಿಕವಾಗಿ ಆತನ ಹತ್ತಿರಕ್ಕೆ ಬರಲಿಕ್ಕೆ ಇರುವಂತಹ ಒಂದು ಮನೋಭಾವ ನಮ್ಮಲ್ಲಿ ಇರಲಿ. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക, ಇತರರೊಟ್ಟಿಗೆ ಪ್ರೀತಿಯಿಂದ ನಾವು ಒಡನಾಟದಿಂದ ಇರೋಣ, വിശ്വസ്തയോടെ ജീവിക്കുക, ನಂಬಿಗಸ್ತರಾಗಿ ಜೀವಿಸೋಣ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുക, ಪವಿತ್ರಾತ್ಮನ ನಡೆಸುವಿಕೆಯ ಪ್ರಕಾರ ನಾವು ಜೀವಿಸೋಣ. ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് റിവാർഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ಪರಿಶುದ್ಧ ಜೀವನವನ್ನು ನಡೆಸಿದರೆ ನಮಗೆ ಸಿಗುವ ಪ್ರತಿಫಲವನ್ನು ಕುರಿತು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. നമുക്ക് ദൈവത്തോട് അധികം അടുപ്പത്തോടെ ജീവിക്കാൻ സഹായിക്കും. ನಾವು ದೇವರೊಟ್ಟಿಗೆ ಇನ್ನೂ ಅಧಿಕವಾಗಿ ಹತ್ತಿರವಾಗಿ ಜೀವಿಸಲಿಕ್ಕೆ ಅದು ಸಹಾಯ ಮಾಡುತ್ತದೆ. ദൈവത്തോട് അടുക്കുവാൻ ഒത്തിരി സമയം കാത്തിരിക്കേണ്ടി വരില്ല. ದೇವರ ಸಮೀಪಕ್ಕೆ ಬರಲು ಅನೇಕ ಸಮಯಗಳು ಅದಕ್ಕೆ ಬೇಕಾಗಿರುವುದಿಲ್ಲ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനിടയാകും. ಜೀವನದಲ್ಲಿ ಸಂತೋಷವೂ ಸಮಾಧಾನವೂ ನಮಗೆ ಲಭಿಸುತ್ತದೆ. അതിനാൽ പാട്ടുകാരൻ പറയുന്നത് പോലെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവതിൽ താമസമേറെയില്ല. ಆದ ಕಾರಣ ಹಾಡುಗಾರನು ಹೇಳುವಂಥ ರೀತಿಯಲ್ಲಿ ಪರಿಶುದ್ಧತ್ವವನ್ನು ಧರಿಸಿಕೊಂಡು ನಾವು ನಿಂತುಕೊಳ್ಳೋಣ, ಯಾಕಂದರೆ ನಮ್ಮ ಪ್ರಿಯನಾಗಿರುವ ಕರ್ತನ ಬರಲಿಕ್ಕೆ ಅನೇಕ ಸಮಯಗಳಿಲ್ಲ ಎಂಬುದಾಗಿ. ആയതിനാൽ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാതെ അധികം വിശുദ്ധിയോടെ തന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ಹಾಗೆ ಪರಿಶುದ್ಧ ಜೀವನದಲ್ಲಿ ನಾವು ಯಾವ ಕಾರಣಕ್ಕೂ ಹಿಂದೆ ಹೋಗದೆ ಇನ್ನು ಅಧಿಕವಾಗಿ ಕರ್ತನ ಹತ್ತಿರಕ್ಕೆ ಬರಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಲಿ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ಈ ವಾಕ್ಯಗಳ ಮುಖಾಂತರವಾಗಿ ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವಾದ ಮಾಡಲಿ. സമയം തന്ന പ്രിയ പാസ്റ്ററിനോടും പ്രിയ ബ്രദർ ജെഫിനോടുമുള്ള നന്ദി ഒന്നും കൂടെ അറിയിക്കുന്നു. ಸಮಯವನ್ನು ಕೊಟ್ಟಂತ ದೇವ ಸೇವಕರಿಗೂ ಹಾಗೂ ಬ್ರದರ್ ಜೆಫಿನ್ ಅವರಿಗೂ ನನ್ನ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ.